Audio Jungle. Audio Jungle. ആ പ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിപ്പോൾ 240 ml ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് അട എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് കിട്ടിയത് ഈ അടയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ കുത്തിരി അട കിട്ടുമെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കോട്ടെ, കുറച്ച് വലിയ അട. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്ലാസ്സിന് 5 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അട വേവിക്കാൻ വെക്കാം. എന്താട്ടെ, ഇത് ഞാൻ 2 പ്രാവശ്യം കഴുകിയിട്ട് ഊറ്റിയിട്ടെല്ലാം എടുത്തതാണ് കേട്ടോ. അട നന്നായിട്ട് വെന്തിട്ടുണ്ട്. നേരത്തെ ശബ്ദം കുറഞ്ഞിനോന്ന് അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, 1 കപ്പ് അടക്ക് 5 കപ്പ് വെള്ളം വെച്ചിട്ട് തിളപ്പിച്ചിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ ഞാൻ ചുക്കുപൊടി എടുത്തിട്ടുണ്ട്, ഏലക്കപ്പൊടി എടുത്തിട്ടുണ്ട്, മുന്തിരി ഞാൻ നെയ്യിലെല്ലാം വറുത്ത് വെച്ചതാണ് കേട്ടോ, അണ്ടിപ്പരിപ്പുണ്ട്, തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ അട ഞാൻ എല്ലാം വേവിച്ചിട്ട് കഴുകി ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. പറഞ്ഞോളാം, ഈ കപ്പിന് 1 കപ്പ് അടക്ക് 5 കപ്പ് വെള്ളം വെച്ചിട്ട് വേവിച്ചെടുത്തത്. ഇപ്പോൾ ഞാൻ 1/2 കിലോ വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്കൊരു 3/4 ഗ്ലാസ് വെള്ളം കൂട്ടിയിട്ട് അത് ഉരുക്കിയെടുക്കാം. ശർക്കര നന്നായിട്ട് ഉരുകി വരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അടപ്പായസമാണ് വെക്കുന്നത്. ഇനിയിപ്പോൾ സേമിയ പരിപ്പ് അല്ലേ, ഓരോരാൾക്ക് ഓരോരു പായസത്തോടുള്ള ഇഷ്ടമല്ലേ. അപ്പോൾ ഞാൻ പറ്റിയാൽ അത് വെച്ചിട്ട് കാണിക്കും, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അങ്ങനെ ഇടാമെന്ന് വിചാരിക്കുന്നു. ശർക്കരയെല്ലാം നന്നായിട്ട് ഉരുകി വന്നതിന് നമുക്ക് ഉരുളി അടുപ്പത്ത് വെക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. ഇത് അരിച്ചെടുക്കണം കേട്ടോ. നമുക്കിത് അരിച്ചെടുക്കാം. അപ്പോഴേക്കും ഉരുളി അടുപ്പത്തൊക്കെ ചൂടായിട്ട് വരട്ടെ. ഉരുളി ചൂടായിട്ട് വരട്ടെ കേട്ടോ. നമുക്കപ്പോഴേക്കും ഈ ശർക്കര പാനിയൊന്ന് അരിച്ചെടുക്കാം. നല്ലോണം ഒഴിക്കുന്നുണ്ട്.
ഉരുളി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ശർക്കരയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കര കുറച്ചൊന്ന് കുറുകിയിട്ട് വരണം. നമ്മൾ ഉരുളിയുടെ ഭംഗി നോക്കണ്ട കേട്ടോ. കുറേ പഴകിയ ഉരുളിയാണ്, പക്ഷെ എന്നാലും പഴകിയ ഉരുളി ഭംഗി കൂടുമെങ്കിലും നമ്മളെ ഓടിൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ. തേച്ചാലും ആ തേക്കുന്ന സമയത്തേ അത് വൃത്തി നല്ല തിളക്കുണ്ടാവും, പിന്നെ അത് ആദ്യം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. ശർക്കര നന്നായിട്ട് കുറുകി വന്നതിന് നമുക്ക് ഈ അട അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വരട്ടിയെടുക്കാം കേട്ടോ, വറുത്തെടുക്കാം. ഇതിങ്ങനെ കുറുകി വരണം കേട്ടോ, ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ വെക്കാം കേട്ടോ. കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് അടയിട്ട് കൊടുക്കാം. ഒന്നുകൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇത് കുറുകുന്നിടത്തോളം നെയ്യ് രണ്ടോ മൂന്നോ തവണയായിട്ട് ഒഴിച്ച് കൊടുത്താലും കുഴപ്പമില്ല. എന്നിട്ട് ഇങ്ങനെ വരട്ടി എടുക്കാം കേട്ടോ. ഇതാ നമ്മളെ അടയെല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പാല് ചേർക്കാം. ഞാൻ ഒരു 4 ഗ്ലാസ് പാലട എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചുക്ക് പൊടി ഇട്ട് കൊടുക്കാം. അത് ഏലക്കപ്പൊടിയാട്ടോ, ചുക്കുപൊടി.